പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ച് അല്പസമയമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളെ, ദൈവം നടത്തിയ വഴികളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റർ സുമ രാജേഷാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട്, സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ സുമ രാജേഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പാസ്റ്റർ, എൻ്റെ പേര് സുമ രാജേഷ്. ഞാൻ മധ്യപ്രദേശിൽ അശോക് നഗർ എന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ദൈവകൃപയാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ഇവിടെ താമസിച്ച് കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഹസ്ബൻഡ് പാസ്റ്റർ രാജേഷ് ടി.ആർ. അതുപോലെ എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. മൂത്ത മോൻ ഷാരോൺ, അവൻ കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയ മകൻ ഷാലോ, അവൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ദൈവകൃപയാൽ അനുഗ്രഹമായി തോന്നുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസിയെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സംസാരിക്കുന്നതിനായി സമയം വേർതിരിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ആദ്യമായി അരോമ ടിവിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്തയേശുവിൻ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. അതുപോലെ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകൾ, തന്റെ കുടുംബം, ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ പേര് നേരത്തെ പറഞ്ഞതുപോലെ സുമ രാജേഷ് എന്നാണ്. മധ്യപ്രദേശിൽ അശോക് നഗർ എന്ന ഡിസ്ട്രിക്റ്റിൽ ദൈവത്തിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരപ്പെടുവാൻ ദൈവം എന്നെ ഇടയാക്കി തീർത്തു. എന്നാൽ എൻ്റെ പ്രിയ പിതാവ് മദ്യപാനിയായിരുന്നു. അതിനെ തുടർന്ന് എൻ്റെ ബാല്യകാലത്തിൽ പല വേദനപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും സന്തോഷം എന്തെന്ന് പല നാളുകൾ ജീവിതത്തിൽ അറിയപ്പെടാതെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു പല സംഭവങ്ങളും വലിയ വേദനയോടാണ് ഓർത്തെടുക്കുന്നത്. പ്രിയ പിതാവിൻ്റെ മദ്യപാനത്തെ തുടർന്ന് വളരെ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രിയ പിതാവ് നല്ലൊരു അധ്വാനിയായിരുന്നു. എന്നാൽ മദ്യപിക്കുന്നതായിരുന്നു തൻ്റെ ഒരു ദുശ്ശീലം എന്ന് പറയുന്നത്. നല്ലൊരു സ്നേഹമുള്ള പിതാവായിരുന്നു. എന്നാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ തന്നെ കൺട്രോൾ ചെയ്യുന്നത് മൊത്തം മദ്യമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥകൾ, പലപ്പോഴും പഠിക്കാൻ ഭവനത്തിൽ സാഹചര്യമില്ല, പലപ്പോഴും മറ്റു ബന്ധുക്കളുടെ ഭവനത്തിൽ ചെന്ന് അന്തി ഉറങ്ങും. അങ്ങനെ ചെറിയ കാലത്തിൽ തന്നെ അസമാധാനത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകാനിടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും എൻ്റെ മാതാവ് വളരെ ദൈവഭക്തിയുള്ള സ്ത്രീയായിരുന്നു. പ്രിയ മാതാവ് ഞങ്ങളെ ഓരോ ആരാധനകൾ പോലും മുടക്കാതെ, പലപ്പോഴും എൻ്റെ മാതാവിന് പ്രാർത്ഥനകൾ കടന്നു പോകാൻ കഴിയത്തില്ലായിരുന്നു. കാരണം പ്രിയ പിതാവ് സന്ധ്യയ്ക്ക് എപ്പോഴാണ് ഭവനത്തിൽ കയറി വരുന്നതെന്ന് അറിയത്തില്ല. എന്നാലും പ്രിയ മാതാവ് എന്നെ, എൻ്റെ അനിയത്തി ശുഭയും, ഞങ്ങൾ 2 സഹോദരിമാരാണ്, സഹോദരന്മാരില്ല. പലപ്പോഴും എന്നെ ആ വേദന കാരണം നിന്നിട്ടുണ്ട്. ഒരു സഹോദരന്മാരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പ്രിയ സഹോദരി ഞാനും പ്രാർത്ഥനകളൊന്നും മുടക്കാതെ വണ്ണം, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ ചർച്ച് സിയോൻ പെന്തക്കോസ്ത് ദൈവസഭ. ആ സഭയിൽ ആരാധനകൾക്കൊക്കെയും കടന്നു പോകുവാനും ബാല്യകാലം മുതൽ തന്നെ സൺഡേ സ്കൂളിലും അതുപോലെ ദൈവിക കാര്യങ്ങളിലും താല്പര്യം കാണിക്കുവാനും ഞങ്ങളുടെ പാസ്റ്റർ രാജേന്ദ്രനായിരുന്നു. അദ്ദേഹം കുടുംബമായി ഞങ്ങളെ വളരെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളെ കഴിവുകൾ കണ്ടറിഞ്ഞ് പാടാനും അതുപോലെ പ്രസംഗിക്കാനും വേദികൾ ഞങ്ങൾക്ക് ഒരുക്കി തരികയും, കുടുംബമായ പ്രിയ ദേവദാസന്റെ സപ്പോർട്ട് എന്നെ വല്ലാതെ, അവരുടെ ഞങ്ങളോടുള്ള ഒരു റിലേഷൻ എന്നെ വല്ലാതെ ഉലച്ചു. പ്രിയ ദേവദാസന്റെ കുടുംബത്തിന്റെ ആ സഹകരണവും ആ സ്നേഹവും എന്നെ കൂടുതൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് പ്രിയ കർത്തൃദാസി, പ്രിയ ദേവദാസന്റെ വൈഫ് സ്നേഹത്തോടെയും കരുതലോടെയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രിയ ദേവദാസി എന്നോട് എപ്പോഴും പറയുമായിരുന്നു, പ്രിയ മോളെ, നീ ഇപ്പോഴുള്ള അവസ്ഥകളൊന്നും ഓർക്കരുത്, ദൈവം നിന്നെ മാനിക്കും, നിനക്ക് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നീ
ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക, അതും അധികം പ്രാർത്ഥിക്കണം എന്നൊക്കെ എൻകറേജ് ചെയ്യുമായിരുന്നു. അങ്ങനെ പാടാനും അതുപോലെ മറ്റ് ടാലൻസുകൾ ദൈവം തന്നതൊക്കെ ദൈവനാമ മഹത്വത്തിൽ അനേക സ്റ്റേജുകളിൽ ഉപയോഗിക്കുവാൻ ദൈവാടിനെ സഹായിച്ചു. എന്നാൽ ഭവനത്തിലെ അന്തരീക്ഷം എന്നെ പലപ്പോഴും മാനസികമായി തളർത്തുന്നതായിരുന്നു. അത് നമ്മുടെ പഠനത്തിൽ വരെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് പഠനത്തിൽ കഴിവുണ്ടായിരുന്നിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ജീവിതം മടുക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മരിക്കണോ അങ്ങനെ അറിയത്തില്ല, എന്നാലും ജീവൻ മടുക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ, മീൻസ് ഒരു മദ്യപാനിയുടെ മകൾ ആയി ജീവിക്കുന്ന അവസ്ഥ, അത് പറയാൻ നമുക്ക് പറ്റത്തില്ല. സമൂഹത്തിൽ നമ്മളെ മറ്റുള്ളവർ കാണുന്ന ഒരവസ്ഥ. എന്നാൽ ദൈവത്തെ അറിയാൻ പറ്റിയതും കർത്താവിനെ സ്നേഹിച്ചതും അവന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടതുമാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റിമറിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ എൻ്റെ ബാല്യകാല അനുഭവങ്ങളെ, ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ആ അന്തരീക്ഷത്തിലൊക്കെ വ്യത്യസ്തമായി ദൈവം കൊണ്ടുവന്ന ആ വലിയ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നെയ്യാറ്റിൻകരയിൽ പുന്നക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അവിടെ തന്നെ എൻ്റെ ബേസിക് എഡ്യൂക്കേഷനും ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഗൾഫ് ഹൈസ്കൂളിൽ പഠിക്കുവാനും +2 കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്നത് ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളുടെ സഭയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന സമയത്ത്, വെക്കേഷൻ സമയത്ത് വെക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നോർമൽ എല്ലാവരും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഞാനും പോയതാണ്. അപ്പോൾ അങ്ങനെ പോയി എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ടേൺ വന്നപ്പോൾ എഴുന്നേറ്റ് സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ എങ്ങനെയെന്ന് അറിയത്തില്ല, എൻ്റെ വായിൽ നിന്ന് പെട്ടെന്ന് ഇപ്രകാരം ഞാൻ പറയുവാൻ ഇടയായിത്തീർന്നു: ഞാനും 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ മുഴുവനായി ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് സാക്ഷ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, മോളെങ്ങനെ ഉപവസിക്കും? നീ ഇതുവരെയ്ക്കും അത്രയും നാൾ ഉപവസിച്ചിട്ടില്ല, നിനക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല. 3 ദിവസമൊക്കെ ഉപവസിച്ചിട്ടുണ്ട്, പക്ഷേ കണ്ടിന്യൂസ്ലി 21 days ഫുൾ ഡേ ആൻഡ് നൈറ്റ് ഇരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് കഴിയുന്നതല്ല. എന്നാൽ ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ, ആ ദൈവിക അനുഗ്രഹം എന്നിൽ പകർന്നത് കാരണം എനിക്ക് ആ ഉപവാസ പ്രാർത്ഥന 20 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം സഹായിച്ചു. വളരെ ദൈവിക കൃപയോടുകൂടെ, ദൈവിക അഭിഷേകത്താൽ, ദൈവിക വരങ്ങളോടുകൂടെ ദൈവം എന്നെ ആ ഉപവാസ പ്രാർത്ഥനയിൽ അനുഗ്രഹിച്ചു. അത് മാത്രമല്ല, ആ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാരും, പ്രത്യേകിച്ച് പ്രവാചകന്മാരായുള്ള കർത്തൃദാസന്മാര് വരുമ്പോൾ തന്നെ ആദ്യം ഓടി വന്ന് തലയിൽ കൈവെക്കുന്ന എൻ്റെ തലയിലായിരുന്നു. അവർ പറയുന്നത്, പ്രിയ മോളെ, നിന്നെ ദൈവം നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നീ അറിയാത്ത ഭാഷ സംസാരിക്കും, ദൈവം നിനക്കൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്, നിനക്ക് ദൈവം നീ ഇപ്പോൾ ചിന്തിക്കുന്ന ലെവലിൽ നിന്നും വ്യത്യസ്തമായ നിലകളിലേക്ക് ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നൊക്കെ ദൂത് പറയാനിടയായിരുന്നു. ആ സമയത്ത് എനിക്ക് അതൊക്കെ ചിന്തിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ അസാധ്യമാണ്. കാരണം എൻ്റെ പിതാവ് ഒരിക്കലും അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോകാനോ അങ്ങനെ ഒരു സാഹചര്യം സമ്മതിക്കത്തില്ല. പ്രിയ പിതാവ് മദ്യപാനി ആയിരുന്നെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു മനുഷ്യനായിരുന്നു. പെൺമക്കളായതുകൊണ്ട് തന്നെ അധികം ഒന്നും ആരോടും മിണ്ടാതെയും എപ്പോഴും വീട്ടിൽ ഇരിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിക്കാരനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ, ഞാൻ 12th ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രിയപിതാവിന്റെ സമ്മതത്തോടു കൂടെ തന്നെ ബൈബിൾ കോളേജിൽ കടന്നു പോകാൻ ഇറ്റാർസി ബൈബിൾ കോളേജിൽ ചെന്ന് അവിടെ വചനം പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇവിടുത്തെ പഠനം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അത് മാത്രമല്ല, ഈ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം തന്നെ എൻ്റെ സ്നാനവും അതിലും ചെറുതായിരിക്കുമ്പോൾ തന്നെ അഭിഷേകത്താൽ ദൈവം എന്നെ നിറച്ചു, ദൈവകൃപയാൽ നിറച്ചു. ആ ദൈവിക വചനം എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. എനിക്കറിയാം എൻ്റെ ജീവിതത്തില് ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, കർത്താവേ, ഞാൻ ചെറുതായിരുന്നപ്പോഴേ മനസ്സിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് സമാധാനമുള്ള ഒരു കുടുംബ ജീവിതം വേണം. അതൊരു പാവപ്പെട്ടയാളെ എനിക്കൊരു ദേവദാസനെ കല്യാണം കഴിക്കണം എന്നൊരു ചെറുതിലെ ആഗ്രഹം. ഞാൻ അങ്ങനെയായിരുന്നു മനസ്സിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്കറിയാം ദൈവദാസന്മാരുടെ ജീവിതം വളരെ സന്തോഷമുള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ കർത്തൃദാസനിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്. അങ്ങനെ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ദൈവം എനിക്ക് വഴി തുറന്നിട്ട് പിതാവ് വിസമ്മതമൊന്നും കാണിച്ചില്ല. ബൈബിൾ കോളേജിൽ ചെല്ലുവാനും പഠനം ചെയ്യുവാനെല്ലാം ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് പ്രിയ കർത്തൃദാസനെ തൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം എന്നെ കല്യാണം ആലോചിക്കുകയും കല്യാണം നടക്കുവാനൊക്കെയും ദൈവം 2005 ഇടയായി തീർന്നു. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് എന്നെ എരുമേലി റാന്നിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവിടെ കടന്നു വന്നപ്പോഴാണ് എന്നോട് ദൈവദാസന്മാരിലൂടെ അറിയിച്ച ആലോചനകളും ദൈവിക വാഗ്ദത്തങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമായിരുന്നല്ലോ എന്ന് എനിക്ക് ചിന്തിക്കുവാൻ ഇടയായി. കാരണം എൻ്റെ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ കരം, ഞാൻ ചിന്തിച്ചത് എപ്രകാരമായിരുന്നു, എന്നാൽ അവന്റെ ദൈവിക പദ്ധതി എൻ്റെ ജീവിതത്തിൽ ഇതായിരുന്നുവല്ലോ എന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ
നാട്ടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലാണ് കടന്നു വന്നത്. ഞങ്ങൾ മധ്യപ്രദേശിൽ തന്നെ സീഹോർ എന്നുള്ള സ്ഥലത്ത് ആദ്യം 5 വർഷം ഞങ്ങൾ പ്രവർത്തിച്ചു. അവിടെ വളരെ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഏറിയ അനുഭവങ്ങൾ. കാരണം ഞങ്ങളുടെ അടുത്ത് മാതാപിതാക്കളില്ല, സഹോദരി സഹോദരന്മാരില്ല. അപ്രകാരമുള്ള ഒരു അവസ്ഥയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, അതുപോലെ ഞെരുക്കങ്ങള്, തലമുറകൾ ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് നല്ല സാഹചര്യമല്ലായിരുന്നു. ആ ഭവനത്തിൽ ചെന്നപ്പോൾ ഒരു ഗ്യാസ് പോലും ഉപയോഗിക്കാനില്ലാത്ത അനുഭവങ്ങളിൽ മണ്ണെണ്ണ സ്റ്റൗ ആയിരുന്നു നമുക്ക് ആദ്യമായി ലഭിച്ചത്. എന്നാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയം, ആ സമയത്ത് മണ്ണെണ്ണ തീർന്നിട്ട് പാസ്റ്റർ പോയി റേഷൻ കട അവിടെ പോയി ലൈനിൽ നിന്നിട്ട് പോലും മണ്ണെണ്ണ ലഭിക്കാതെ ഞങ്ങള് ഒത്തിരി വിറകൊക്കെ പറക്കി കത്തിച്ചു. അങ്ങനെ വിറക് തീർന്നപ്പോൾ ഒത്തിരി പല പല സാധനങ്ങൾ പറക്കി കത്തിച്ചു. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നാൽ ദൈവിക കൃപയും കരുണയും ഞങ്ങളോട് കൂടെ ഇരുന്നു. ദൈവികമായ അനേക കരുതലുകൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം നമ്മുടെ ഭവനത്തില് ഒരു സാധനം തീരുമ്പോൾ, അത് ആട്ടയാകട്ടെ എണ്ണയാകട്ടെ, തീരുമ്പോൾ അത് ആരിൽ കൂടെയെങ്കിലും എവിടെ കൂടെയെങ്കിലും ദൈവം കൊണ്ടുതരും. ആ ദൈവിക കരുതല് എൻ്റെ ജീവിതത്തില് ദൈവം അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ആ കർത്താവിന്റെ കരുതലുകളെ അനുഭവിച്ചറിയും തോറും കഷ്ടതയിലും ഒരു വളരെ സംതൃപ്തിയോടുകൂടെ ദൈവിക വേലയിൽ പങ്കുചേരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ സീഹോറിന്റെ പ്രദേശത്ത് 5 വർഷത്തോളം കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ വെച്ച് ദൈവം ഞങ്ങളുടെ മൂത്ത മകനെ ഞങ്ങൾക്ക് ദാനമായി നൽകി. അവന്റെ ജനന സമയത്ത് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. എനിക്ക് കുഞ്ഞിനാണേലും ബിപിയുടെ അസ്വസ്ഥത, അങ്ങനെയെല്ലാം മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥ മൂത്തമ്മന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാലും കർത്താവ് അവിടെ നിന്ന് വിടുവിച്ചു. അപ്പോഴൊക്കെയും അതിനോടുകൂടെ ആ ഹോസ്പിറ്റലിന് വെളിയിൽ കരയുന്ന ഒരു മാതാവും സഹോദരിയും ഉണ്ടായിരുന്നു. ഈ സമയം ഞാൻ ഓർക്കുന്നു, അടിയന്റെ മാതാവ് ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല, എന്റെ പിതാവും ജീവിച്ചിരിപ്പില്ല, എന്റെ സഹോദരി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കരം താങ്ങിയത്, അവൻ നടത്തിയ അവന്റെ വിശ്വസ്തത എത്ര വലിയത്. ഹല്ലേലൂയ. നാം കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം നമ്മെ മാനിക്കും. നാം കർത്താവിന് വേണ്ടി എത്ര വില്ലിങ് ആണ് എന്നാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ നമ്മുടെ കുടുംബ മഹിമയോ പ്രശസ്തിയോ പണമോ അതോ കളറോ അല്ലെങ്കിൽ സൗന്ദര്യമോ അത് ദൈവത്തിന് അതൊരു പ്രശ്നമേ അല്ല. കർത്താവിന്റെ വിളിക്ക് വേണ്ടി ആര് കാതോർക്കും എന്നാണ് ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവൻ നോക്കുന്നത്. അതെന്റെ ജീവിതത്തിലൂടെ എനിക്ക് തീർച്ചയായും ഉറപ്പോടെ പറയുവാൻ കഴിയും. കാരണം ഞാനായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഉയർത്തി എന്നെ കൊണ്ടാക്കിയിരിക്കുന്ന അവസ്ഥ അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ, ഈ ദേശത്ത് അനേകർക്ക് മാതാവും പിതാവുമായി നിൽക്കുവാൻ, അനേകർക്ക് വെച്ചു വിളമ്പി കൊടുക്കുവാൻ, അതൊക്കെ ഒരു സന്തോഷം. ആ ദൈവിക നാമത്തില് അനേകരെ കൈക്കൊള്ളുവാൻ, അനേകർ കർത്തദാസന്മാരെ ഭവനത്തിൽ വന്ന് താമസിച്ചു പോകുവാൻ, ദേശത്ത് അനേക സ്ഥലങ്ങളിൽ സഞ്ചരിക്കുവാൻ, ഹല്ലേലൂയ, കഷ്ടതയിൽ ബുദ്ധിമുട്ടുവാനിരിക്കുന്ന ജനത്തെ കാണുവാൻ, നമ്മുടെ ഗ്രാമങ്ങളില് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവത്തിൽ ജീവിക്കുന്ന, അവരുടെ വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ കാണുവാൻ, അവരോടൊത്ത് കരയുവാൻ, അവരോടൊത്ത് സന്തോഷിപ്പാൻ ദൈവം സഹായിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ സീഹോറിലെ 5 വർഷം വളരെ സന്തോഷമായി കടന്നുപോയി. കാരണം അവിടെ ഞങ്ങൾക്ക് 2-3 മലയാളി ആന്റിമാരൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ആന്റിമാർ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരികയും, ഹിന്ദിക്കാരുണ്ടെങ്കിൽ തന്നെ മലയാളീസ് ആന്റിമാർ ഒന്നുകൂടെ നല്ല സ്നേഹം. ആന്റിമാർ വീട്ടിൽ വരികയും വന്ന് ഓരോ പാത്രങ്ങളൊക്കെ തുറന്ന് നോക്കുമായിരുന്നു. പാസ്റ്റർ വീട്ടിൽ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കും. അപ്പൊ അങ്ങനെ ഒരു സന്തോഷമായിരുന്നു. അപ്പോ ആന്റിമാർ എന്ത് വാങ്ങിക്കുന്നു അതിൽ പങ്ക് ഞങ്ങൾക്ക് തരുമായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഞങ്ങളോട് സംസാരിച്ചത്, നിങ്ങൾ ഇവിടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകണമെന്ന്. കർത്തദാസന് ദർശനത്തിലൂടെ ദൈവം സംസാരിച്ചു. ഇവിടെ നിന്ന് അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലം, അത് അവിടെ നിന്നും 200-250 കിലോമീറ്റർ ദൂരെയാണ്. അതായത് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ അശോക് നഗർ. എന്നാൽ ഈ സ്ഥലത്തേക്ക് തികച്ചും വ്യത്യസ്തമായ അനുഭവം. അവിടെ ഒരുവിധം അഡ്ജസ്റ്റ് ആയി വന്നപ്പോഴാണ് ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് കടന്നു വരാനായിത്തീർന്നത്. ഇവിടെ വന്നപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടു പോയ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിലേക്ക് കടന്നുപോയി നാം വചനത്തിൽ വായിക്കുന്നത് പോലെ ഒരു ദ്വീപിന്റെ അനുഭവം. കാരണം ഇവിടെ കൂടുതലും ജൈനന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ അവർ മറ്റാരോടും അത്ര സഹകരണമില്ല. അവരുടെ കമ്മ്യൂണിറ്റിയോടാണ് കൂടുതൽ സഹകരണം. അപ്പൊ നമ്മളോടൊന്നും സഹകരിപ്പാനോ മിണ്ടാനോ ആരുമില്ല. അല്ലെ ആരോട് എങ്ങനെ സുവിശേഷം പറയണം, സുവിശേഷത്തിന്റെ ആത്മാവ് ഉള്ളിൽ കത്തലുണ്ട്. പക്ഷെ അത് എങ്ങനെ പറയും, ആരോട് പറയും, അത് അറിയത്തില്ല. നമുക്ക് ഹിന്ദി അറിയാമെങ്കിലും ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. അവർ വേറെ രീതിയിലാണ് പറയുന്നത്, സംസാരിക്കുന്നത്. എന്നാൽ ദൈവം സഹായിച്ചു, പതിയെ ലാംഗ്വേജ് പഠിക്കുവാൻ ഇടയാത്തിരുന്നു. അങ്ങനെ 1 വർഷം ഞങ്ങൾ തള്ളി നീക്കി. കാരണം 1 വർഷം ഞങ്ങൾക്ക് മറ്റ് 2 മലയാളി സഹോദരങ്ങൾ കണ്ടുമുട്ടി. എന്നാൽ അവരല്ലാതെ മറ്റാരെയും ഞങ്ങൾക്ക് കാണുവാൻ ഇടയായി തീർന്നില്ല. കണ്ടെങ്കിൽ അവരാരും ഞങ്ങളോട് സഹകരിച്ചില്ല. അപ്പോ പിന്നെ ജീവിതത്തില് കുറെ തിരിച്ചു പോകണമെന്നുള്ള അനുഭവങ്ങൾ, കാരണം കഷ്ടപ്പാട്.
അന്ന് അവിടെ ഉണ്ടായിരുന്ന മലയാളി ആന്റിമാർ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ മലയാളീസ് ഇല്ല അധികം. ഹിന്ദിക്കാരായ ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് സാമ്പത്തികമായ വളരെ ഞെരുക്കം. മൂത്ത മകനുണ്ട്, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മകനെ പ്രഗ്നന്റ് ആയിരിക്കുകയും കൂടെയാണ് ഇവിടെ വന്നപ്പോഴത്തേനും. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം ബുദ്ധിമുട്ട്, കുഞ്ഞിന് ബിസ്ക്കറ്റ് വാങ്ങണം, അതെല്ലാം ചെലവുകൾക്കും പൈസ ഇല്ലാത്ത അനുഭവം. നമ്മൾക്ക് ഭവനത്തില് നാട്ടില് ചോദിക്കാൻ മടിയാ, അല്ലെ ചോദിക്കത്തുമില്ല. അവരെ ചോദിച്ചാൽ അവർക്ക് സഹായിക്കാനുള്ള ആ സ്ഥിതിയില്ല. അപ്പോൾ നമ്മൾ അത് ചോദിക്കാറുമില്ല, പറയാറില്ല. കാരണം നമ്മൾ ദൈവസ്ഥലെ ഡെഡിക്കേഷനോട് ഇറങ്ങിയിട്ട് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, കഷ്ടതയാണേലും പ്രയാസമാണേലും നമ്മൾ ഒരുമിച്ച് നമുക്ക് നിൽക്കാമെന്നുള്ള ഉറപ്പോടുകൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയും ആ ഓരോ സിറ്റുവേഷനെ ദൈവകൃപയാല് തരണം ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ വളരെ പകലുകൾ രാത്രികൾ കണ്ണുനീരോടെ തള്ളി നീക്കിയ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ ദേശത്ത് വന്നപ്പോൾ നമുക്ക് അത്രമാത്രം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒരിക്കലും പിടിച്ച് നിർത്തത്തില്ല. ഇവിടെ ഈ ദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ദേവദാസന്മാരോ അല്ലെങ്കിൽ ഒരു ടീമോ വന്ന് പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലമല്ല. ആദ്യമായി ഒരു അപ്പോസ്തല ശുശ്രൂഷയുമായി ഈ സ്ഥലത്ത് കടന്നു വരാൻ ദൈവം സഹായിച്ചു. ദൈവകൃപയാല് ഈ പ്രവർത്തനങ്ങൾ ദൈവം മാനിച്ചു, അനുഗ്രഹിച്ചു. ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം 26 ദേവദാസന്മാർ കൂടെയുണ്ട്. പല ഗ്രാമങ്ങളിലായി, പട്ടണങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ദൈവിക കൃപ, ദൈവത്തിന്റെ നീതി എന്നല്ലാതെ മറ്റൊന്നില്ല. കാരണം ഞങ്ങൾക്കറിയാം ഒരു കർത്തദാസന നിലയിലുള്ള വേദനകൾ, കഷ്ടപ്പാടുകൾ എന്തുമാത്രമാണെന്ന്. അതുപോലെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരെ കരുതുവാൻ, അവരെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ദൈവ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദേശത്ത് ദൈവമക്കൾ എന്ന് പറയാൻ അധികം ആരും ഇല്ലായിരുന്നു. 2 കുടുംബം മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ അനേക കുടുംബങ്ങളെ ദൈവം കൂട്ടിവരുത്തി. പ്രിയ ദേവദാസൻ തന്റെ സാക്ഷ്യത്തിൽ ഓർപ്പിച്ചായിരുന്നു. തന്റെ മകൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ സുവിശേഷം പറഞ്ഞ് അവിടുന്ന് ഒരു സഹോദരി കടന്നു വന്നു. അവളിലൂടെ അവരുടെ കുടുംബത്തിൽപ്പെട്ട അനേക കുടുംബങ്ങൾ കടന്നു വന്നു. അനേകർ വന്ന് വിടുതൽ പ്രാപിച്ചു, സൗഖ്യം, ക്യാൻസറുകളെല്ലാം ലൈവായി ഹീലാകുന്നത് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ പഞ്ചാബി സഹോദരങ്ങൾ, നമ്മുടെ സിഖ് മതക്കാരായിരുന്ന അനേകർ ഇവിടെ ഉണ്ട്. അവരും നമ്മുടെ സഭകളിൽ കൂടി വരുന്നുണ്ട്. അവരുടെ വിശ്വാസം വലിയതാണ്. അവര് ഇവിടെ ഗുരുദ്വാരയില് സേവ ചെയ്യുന്ന അവരുടെ സേവക്ക, അവരുടെ വൈഫിന്റെ ചെവിയുടെ പുറകിലായി വലിയ മുഴയുണ്ടായിരുന്നു. അവര് വന്നു പ്രാർത്ഥിച്ചു, ഒരാഴ്ച വന്ന് പ്രാർത്ഥിച്ചു, അവർ കടന്നുപോയി. പിറ്റേ ആഴ്ച അവർ വന്നപ്പോൾ ആ മുഴ അവിടെ ഇല്ല. സ്തോത്രം, ദൈവം അവിടെ സൗഖ്യം കൊടുത്തു. അപ്പൊ ആ സൗഖ്യം അവർ പല പഞ്ചാബി സഹോദരങ്ങളോട് പറയാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പലരും ഇവിടെ വന്ന് സൗഖ്യം പ്രാപിച്ചു. കിഡ്നി സ്റ്റോൺ ആയവരും മറ്റ് മെയിൻലി ഭൂതഗ്രസ്തരായവരാണ് കൂടുതലും. അവരെല്ലാം കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അറിഞ്ഞ് പലരും ദൈവസ്ഥാനിലേക്ക് കടന്നു വരുവാൻ സൗഖ്യങ്ങൾ പ്രാപിച്ചതാണ് അവരുടെ ജീവിതത്തിലെ വിശ്വാസത്തിന് വർധനവിന് ഇടയായി തീർന്നത്. ഗ്ലോറി, ഞാനിവിടെ ലൈവായി കണ്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ മലയാളീസിനെക്കാൾ അല്ലെങ്കിൽ വർഷങ്ങളായി ദൈവമക്കളെന്ന് അഭിമാനിക്കുമെന്ന് നമുക്ക് പോലും ഇല്ലാത്ത വിശ്വാസം അവരെ ഞാൻ കണ്ടു. അവരുടെ വിശ്വാസം, അവർ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവർ ഹൃദയ നുറുക്കത്തോടെയാണ് വിളിക്കുന്നത്. അവർ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഹീലിംഗ്, ഒറ്റ പ്രാർത്ഥന മതി, അവരുടെ വിഷയം അവിടെ സൗഖ്യമാകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ ആ വിടുതലുകളെ, സാക്ഷികളെ കണ്ടപ്പോൾ നമുക്ക് ദിനംപ്രതി വിശ്വാസം കൂടുവാനിടയായി തീർന്നു. പിന്നെ നമുക്ക് ഇവിടം വിട്ട് പോണ്ട, എന്ത് സംഭവിച്ചാലും ഇവിടെ തന്നെ നിന്നാൽ മതി, കർത്താവിനെ നിൽക്കണം എന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും പല ഒറ്റപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. കാരണം മെയിനായിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെയാണ്. പൈരങ്ങൾ വളരുന്നതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങളും എല്ലാം കൂടി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവകൃപയാൽ ഞാനിവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുവാൻ ചേരുവാൻ ഇടയായിത്തീർന്നു. കാരണം ചെറിയ മോന് 3 വയസ്സായപ്പോൾ അവനെ നഴ്സറിയിലാക്കി ഞാനും ഇവിടെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദേവദാസനൊരു സപ്പോർട്ടായി, മിനിസ്ട്രിക്ക് ഒരു സപ്പോർട്ടായി സ്കൂളിൽ പഠിപ്പിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അതിലൂടെ അനേകരെ പരിചയപ്പെടുവാൻ, അനേക കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അനേക മാതാപിതാക്കളോട് സംസാരിപ്പാൻ, നമുക്ക് സമൂഹത്തിൽ ഇവിടെ പെട്ടെന്ന് വന്ന ഒരാളോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല. എന്നാൽ നാം പഠിപ്പിക്കുകയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്കിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാണുവാനും സംസാരിക്കുവാനും, നമുക്ക് അവരൊരു മാന്യത അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റാർ ആണെന്നുള്ള ഒരു രീതിയിൽ അവർ ഇടപെടുവാൻ ഇടയായിത്തീരും. അങ്ങനെ ദേശത്ത് കടന്നു വന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. അത് മാത്രമല്ല, സ്റ്റാർട്ടിങ് ഞങ്ങൾ പലരെയും ട്യൂഷനായി പഠിപ്പിക്കുകയായിരുന്നു. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പേരിന് വേണ്ടി മാത്രമായിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷായും ഞങ്ങൾ അങ്ങനെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുവാനും അവരുടെ വിഷയങ്ങളെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിപ്പാനും എല്ലാം ദൈവം സഹായിച്ചു. ദൈവകൃപയാൽ ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവം ഈ ദേശത്ത് തന്നു. എന്നാൽ നോർത്ത് ഇന്ത്യ ആണല്ലോ, മധ്യപ്രദേശിൽ തന്നെ
നിയമവിരുദ്ധ ബില്ലുകൾ നമുക്ക് പാസ്സായിരിക്കുന്നത് കൊണ്ട് തന്നെ അനേകരെ കൂടി ആരാധിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് കുറച്ചുപേർ മാത്രം കടന്നു വന്ന് ഇപ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പല ഗ്രാമങ്ങളിലായി ഇങ്ങനെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയല്ലാതെ ദയയല്ലാതെ ഒന്നുമല്ല. അത് ദൈവികമായ വചനം, ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തി നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയായത് എനിക്ക് തീർച്ചയായും കണ്ടറിയുവാൻ സഹായിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പോഴും എനിക്ക് മുൻപോട്ടുള്ള ഭാവിയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മീൻസ് രാത്രി ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു വചനം എന്റെ കാതുകളിൽ ഇപ്രകാരം മുഴങ്ങി കേൾക്കുന്നു: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഞാൻ ആ വായിച്ചു വിട്ടെങ്കിലും എനിക്ക് ആ വചനത്തെ കുറിച്ച് ഇത്രയും വ്യക്തമായി എന്റെ മനസ്സിൽ ആ ഹൃദയത്തിൽ വന്നത് ഈ വചനം ഞാൻ കേട്ടപ്പോൾ 3 പ്രാവശ്യം ഈ വചനം എന്റെ കാതുകളിൽ മുഴങ്ങുവാൻ ഇടയായിത്തീർന്നു. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ വചനം എന്നെ സ്പർശിച്ചു. എന്റെ ആഗ്രഹം എന്താണോ അത് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. എന്റെ ഉള്ളിലെ ആഗ്രഹം എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ശുശ്രൂഷിക്കണം, ദൈവദാസന്റെ ഭാര്യയായി അനേക ഭവനങ്ങളിൽ പോകണം, കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ കണ്ണുനീരൊപ്പണം, അതൊക്കെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എന്റെ ദൈവം എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എനിക്ക് ദൈവം നൽകി. സ്തോത്രം. ഈ ദേശത്ത് കടന്നു വരുവാൻ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇവിടെ കടന്നു വരുവാൻ, ഞങ്ങൾ ശുശ്രൂഷകൾ പ്രവർത്തനങ്ങളെ കാണുവാൻ, അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് ഞങ്ങളോട് കൂടെ നിൽക്കുവാനും സുവിശേഷ പ്രവർത്തനങ്ങളെ കാണുവാനും സന്തോഷിപ്പാനെല്ലാം ദൈവം സഹായിച്ചു. അതിലുപരിയായി ദൈവം എനിക്ക് കൂട്ടായ ദാസൻ, എന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് സഹോദരൻ ഇല്ലാത്തൊരു ദുഃഖമുണ്ട്. ആ സഹോദരന്റെ സ്നേഹവും പിതാവിന്റെ സ്നേഹവും മാതാവിന്റെ സ്നേഹവും എല്ലാ സ്നേഹവും തരുവാൻ അല്ലെങ്കിൽ കഴിവുള്ള ഒരു ആത്മീയമായി എന്നെ എൻകറേജ് ചെയ്യുന്ന ഒരു ദൈവദാസന് ദൈവം എനിക്ക് കൂട്ടായി തന്നു. അതുപോലെ 2 ആൺമക്കളെ ദൈവം തന്നു. ദൈവികമായ പദ്ധതി എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ദൈവം താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, അത് ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ കാണുന്ന കണ്ണിലൂടെ അവർ ചിന്തിക്കുന്നത് ഇവരുടെ അവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റം വരും. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതൊന്നും പ്രശ്നമേ അല്ല. ഹല്ലേലൂയ. ദൈവികമായ പദ്ധതികൾക്കായി, ദൈവകൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ ദേശത്ത് അടിങ്ങളെ കൊണ്ടുവന്ന ദൈവിക പദ്ധതിയാണെങ്കിൽ ഇനിയും ദൈവം ചെയ്യുക തന്നെ ചെയ്യും. കാരണം നമുക്ക് അനേക ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും ദൈവിക പ്രവൃത്തി അത് ദൈവം ദിനംപ്രതി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഈ സഭ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കടന്നു വരുന്ന കുടുംബങ്ങൾക്കായി അനേകര് ഒറ്റയ്ക്ക് ഭവനങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരുണ്ട്. അവരെല്ലാം പല ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലായി ദൈവമക്കൾ പ്രാർത്ഥനകളിലെല്ലാം നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം കേരളത്തിന്റെ അവസ്ഥകളും സുവിശേഷത്തിനുള്ള സ്വാതന്ത്ര്യമൊന്നും നോർത്ത് ഇന്ത്യയിൽ ഇല്ല. ഹല്ലേലൂയ. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അവർ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് അറിയത്തില്ലാത്ത അവസ്ഥകളിൽ കർത്താവിന്റെ വേലയിലായി കർത്തദാസന്മാരുണ്ട്. കാരണം കൂടാതെ ജയിലുകളിൽ അടയ്ക്കപ്പെട്ട അനേക ദൈവദാസന്മാരുണ്ട്. അവരുടെ കുടുംബങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും തോന്നാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ മറക്കാനാവാത്ത മറ്റൊരു അനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ഇളയ മകൻ ജനിച്ച സമയത്ത് പ്രിയ പൈതലിന്റെ ലങ്സിൽ വെള്ളം പോയിട്ട് അവൻ ശ്വാസമൊന്നും എടുക്കാൻ പറ്റാതെ അവന് വെന്റിലേറ്റർ വെറുതെയായി തീർന്നു. ആ സമയം എന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിരുന്നു. കർത്തദാസൻ പൈതലിനെയും കൊണ്ട് ഭോപ്പാലിൽ കടന്നു പോകാൻ ഇടയായി തീർന്നു. വെന്റിലേറ്റർ വെച്ചു. അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാനിവിടെ ഓപ്പറേഷൻ ചെയ്തു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എന്റെ പ്രിയ മാതാവ് എന്നോടൊപ്പം ഉണ്ട്. പിന്നെയാണ് ഇവരെന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങൾ, കുഞ്ഞിന് സുഖമില്ല, ഇതുപോലെ വെന്റിലേറ്റർ വെച്ചേക്കാണെന്ന്. ഇതറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിങ്ങൽ, അത് ഒന്ന് കരയുവാനോ ശരിക്കൊന്ന് കരയുവാനോ അല്ലെങ്കിൽ ഒന്ന് ചുമയ്ക്കുവാൻ പോലും കഴിയാത്ത ആ അവസ്ഥയിൽ ഒരു വിങ്ങിപ്പൊട്ടൽ. മീൻസ് അടുത്ത ബെഡുകളിലെല്ലാം കുഞ്ഞുങ്ങളുമായി മാതാക്കൾ ആയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞില്ല. അത് അവൻ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്രകാരമുള്ള ആ ഞരക്കത്തിന്റെ അവസ്ഥയില് ഹല്ലേലൂയ, ഞാൻ പ്രിയ എന്റെ സഹോദരി കൂടെ ഉണ്ടായിരുന്നു. അവളോട് ആവശ്യപ്പെട്ട് എനിക്ക് ആ ബൈബിൾ എടുത്തു തരാൻ പറഞ്ഞു. അവൾ എനിക്ക് ബൈബിൾ തന്നപ്പോൾ കർത്താവേ സ്തോത്രം, ഞാൻ ആ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിന്റെ മകൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ വചനം എന്റെ ജീവിതത്തിലെ ആ സിറ്റുവേഷൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വചനം. എന്നെ പിടിച്ചു ബലപ്പെടുത്തി. ഞാൻ ചഞ്ചലപ്പെടും. അവിടെ ഒരു വല്ലാത്തൊരു വേദന, കുഞ്ഞിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് തിരിച്ചു വരുമോ
എന്നറിയത്തില്ല. ആ അവസ്ഥയിൽ ഈ വചനം എന്നെ ധൈര്യപ്പെടുത്തി. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടേണ്ട, നിന്റെ കുഞ്ഞ് ഉറങ്ങുകയത്രേ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിശ്വസിച്ചു, കർത്താവിന് എന്റെ കുഞ്ഞിനെ കൊണ്ട് ഉദ്ദേശമുണ്ട്. അവൻ എവിടെയാണെങ്കിലും വെന്റിലേറ്ററിലായിരുന്നാൽ ദൈവം അവനെ കൊണ്ടുവരും എന്നുള്ളൊരു ഉറപ്പ് എന്റെ ജീവിതത്തിൽ തന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവനായിരുന്ന വെന്റിലേറ്ററിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവിടെ ഒരു ആഫ്രിക്കൻ ആയ ഒരു സഹോദരൻ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി പ്രിയ പൈതന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് അവന് 14 വയസ്സുണ്ട്. അവൻ മനോഹരമായി ചർച്ചിൽ ആരാധന കീബോർഡ് വായിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതുപോലെ സ്പോർട്സിലെല്ലാം ആക്റ്റീവായി നിൽക്കുവാൻ പ്രിയ പൈതന്റെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ദൈവം ഒരാളെ കുറിച്ച് ഉദ്ദേശം കർത്താവിനുണ്ടെങ്കിൽ അത് തീർച്ചയായും ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രിയ തലമുറ നശിക്കണമെന്നായിരുന്നു ശത്രുവിന്റെ പദ്ധതി. ഒരുപക്ഷെ ശത്രു വിചാരിച്ചായിരിക്കാം ഈ തലമുറകൾ നഷ്ടപ്പെട്ടാൽ ഇവർ ഈ വേല ഇവിടെ നിന്ന് കളഞ്ഞ് ഈ ദേശത്ത് കടന്നു പോകുമായിരിക്കും. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ പദ്ധതി പ്രിയ തലമുറകളെ കുറിച്ച്, അടിയങ്ങളെ കുറിച്ച് മറ്റൊന്നായിരുന്നു. അവനെ ജീവിതത്തില് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈക്ക് പിടിച്ചുയർത്തിയ ആ കർത്താവിനെ ഞങ്ങളുടെ തലമുറകളും ജീവിതത്തില് അവന്റെ സാക്ഷികളെ തീരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അവരോട് എപ്പോഴും പറയാറുണ്ട്, ദൈവം നിങ്ങളെ രക്ഷിച്ചു, മാതാവും പിതാവും അറിഞ്ഞ ഈ സത്യത്തില് നിങ്ങൾ നിലകൊള്ളണം. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്ത് തന്നെ കഷ്ടങ്ങൾ കടന്നു വന്നാലും പ്രയാസങ്ങൾ കടന്നു വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഉള്ള ഒരു ആത്മധൈര്യം, അതാണ് നമ്മുടെ ഓരോ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ നമ്മളെ പോലെ കഷ്ടതയിൽ പ്രയാസത്തിലായിരിക്കുന്ന അനേകരെ കൈപിടിച്ച് ഉയർത്തുവാൻ, താങ്ങുവാൻ, അവർക്ക് വേണ്ടി കരുതുവാൻ ദൈവം നമ്മെ ഓരോ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൈവ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എന്റെ ഡിഗ്രി വിദ്യാഭ്യാസമെല്ലാം ഞാൻ ഇവിടെയാണ് ചെയ്തത്. കാരണം 12th ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുന്നത്. അവിടുത്തെ ബൈബിൾ കോളേജ് കഴിഞ്ഞാൽ പിന്നെ വിവാഹമായിരുന്നു, പിന്നെ കുഞ്ഞുങ്ങളായി, പിന്നെ പഠനം അവിടെ നിന്നിരിക്കുവായിരുന്നു. എന്നാൽ അതിനകത്തുനിന്ന് പഠിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. കർത്തദാസനെ പഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് BEd ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. BEd ചെയ്യാൻ അപ്പോൾ സാമ്പത്തികമായ ഒരു തടസ്സം എന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു സഹോദരി ദൈവം അതിനുവേണ്ടി ഒരുക്കി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ അങ്ങയുടെ ഹിതമാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം, അങ്ങയുടെ ഹിതമാണെങ്കിൽ അത് ചെയ്യാം BEd, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. കാരണം എനിക്ക് അത് ഏകദേശം 1 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. പെട്ടെന്ന് ഇത്രയും തുക എനിക്ക് എടുക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന്റെ കൃപ, ദൈവം അതിനുവേണ്ടി ഒരു പ്രിയ സഹോദരിയെ ഒരുക്കി. അവരോട് ദൈവപ്രകാരം സംസാരിച്ചു. ആ മകൾക്ക് BEdന് എത്ര തുക ആവശ്യമുണ്ട് അത്രയും തുക കൊടുക്കണം എന്ന് ദൈവാത്മാ ഉള്ളിൽ സംസാരിച്ചു. അപ്രകാരം പ്രിയ സഹോദരി എന്നെ സഹായിക്കുവാൻ ഇടയായി തീർന്നു. അതെന്റെ ജീവിതത്തില് അനുഗ്രഹമായി തീർന്നു. BEd ചെയ്യുവാനും തുടർന്ന് സ്കൂളിൽ പഠിപ്പിക്കുവാൻ ഇന്നും സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ അടിയന് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവനാമത്തിന്, അവന്റെ രാജ്യത്തിന് ഒരു കൈത്താങ്ങലായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനേക തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയത് നമ്മുടെ ജീവിതത്തിലെ വലിയ സാക്ഷ്യത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. ഞാൻ ഈ സാക്ഷിയിലൂടെ അനേകരെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഭവനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് കഷ്ടതകൾ, പ്രയാസങ്ങൾ കണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒന്നോർക്കണം, നമ്മെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തൻ. അവൻ നമ്മെ ഹല്ലേലൂയ വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവം അല്ല. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്ന പല ദൈവദാസന്മാരുടെയും അനുഭവങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണ്. അവരോട് ചോദിച്ചാൽ അവർക്ക് പറയുവാൻ അനവധി സാക്ഷ്യങ്ങൾ കാണും. നമ്മുടെ ബൈബിളിൽ നാം വായിക്കുന്ന ഹല്ലേലൂയ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തില് അത് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ഏലിയാവ് കെരീത്തിന്റെ തോട്ടിൽ പോയിരുന്നു. കെരീത്ത് വറ്റിയപ്പോൾ ഉണ്ടായ ആ അവസ്ഥ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. സാരാഫാത്തിൽ കടന്നുപോയപ്പോൾ അവിടെ ആ വിധവയുടെ അവസ്ഥ അതിലും ഭയങ്കരമാണ്. എന്നാൽ ആ അവസ്ഥയിലും വിധവ ആ ദൈവദാസനെ പോറ്റുവാനിടയായി തീർന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പല വിധവമാരെ കൊണ്ട് ദൈവം പോറ്റിയിട്ടുണ്ട്. ആ അവസ്ഥകൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് വലിയതാണ്. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നതിനേക്കാളും നിലയ്ക്കുന്നതിനേക്കാളും ഉപരിയായി അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടു. ഹല്ലേലൂയ. അവന്റെ വിളി നമ്മുടെ ജീവിതത്തില് ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപേ ഉണ്ട്. ഹല്ലേലൂയ. ആ സെലക്ഷൻ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നാം എങ്ങനെ തന്നെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ ദൈവം നമ്മെ ഒരു ദിവസം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആ ദൈവപ്രവർത്തിക്കായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ഞങ്ങളോട് നിൽക്കുന്ന ദൈവദാസന്മാര്, കുടുംബങ്ങള്, അവരുടെ അവസ്ഥകള് നമ്മൾ അവരുടെ ഗ്രാമങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ അവരുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് പോലെയുള്ള അവസ്ഥകളല്ല അവർ താമസിക്കുന്നത്. അവർ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും, വസ്ത്രങ്ങൾ
അല്ലെങ്കിൽ അവർക്ക് പഠനത്തിനുള്ള നല്ല സ്കൂളുകളോ അല്ലെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥകളിലൂടെ എന്ന് വെച്ചാൽ അവർ കുടിക്കുന്ന വെള്ളം തന്നെ നല്ലതല്ല, അതുപോലത്തെ അവസ്ഥയിൽ കഴിയുന്ന കർത്തൃദാസന്മാരുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് അവരെ സഹായിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയും. ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഹല്ലേലൂയ വാർത്തകളിലൂടെ കേൾക്കുന്നത് പോലെ അല്ല, നമ്മൾ ഗ്രാമ അന്തരീക്ഷങ്ങൾ ഇറങ്ങി ചെന്ന് കാണണം. അവരോട് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരുടെ അവസ്ഥ മനസ്സിലാകുന്നത്, അവർ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അനേക ദൈവമക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വാർത്തെടുക്കുവാൻ, അനേക കർത്തദാസന്മാരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ആ ദൈവിക പദ്ധതിക്കായി, കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അശോക് നഗറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം അശോക് നഗറില് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഒരാൾ പോലും വന്ന് താമസിക്കാറില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ആ ഇലക്ഷനിൽ നിന്ന് അടുത്ത പ്രാവശ്യം ജയിക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു ദേവദാസന്മാർ വന്നാൽ അവർ നിൽക്കത്തില്ല. ഒരു മിനിസ്ട്രിയുമായിട്ട് ആരെയും കടന്നു വന്നാൽ തന്നെ അവർ നിൽക്കത്തില്ല. അവര് ഇവിടെ നിന്ന് പോകുവാനിടയായിത്തീരും. കാരണം അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോൾ പ്രത്യേകിച്ച് തലമുറകളുടെ മേലായിരുന്നു പ്രശ്നങ്ങൾ. സാമ്പത്തിക ഞെരുക്കങ്ങളെക്കാൾ ഉപരിയായി തലമുറകളെ മേൽ അവർക്ക് രോഗങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മാനസികമായി അങ്ങ് തളർന്നു പോകുമായിരുന്നു, നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എന്നാൽ ദൈവത്തിന്റെ ആ വചനം, കർത്താവിന്റെ വചനം, ആ പ്രോമിസുകൾ നമ്മളെ ഓരോ ദിവസവും ഓർപ്പിച്ച് നമ്മെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ ദൈവം നിലനിർത്തി. ഹല്ലേലൂയ. ജീവനും ഭക്തിക്ക് ആവശ്യമുള്ളത് തന്ന് ദൈവം നമ്മെ കരം പിടിച്ചു വഴി നടത്തി. നാം ബുദ്ധിമുട്ടുന്ന വേളകളിൽ, പ്രയാസം അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ദുഃഖവേളകളിൽ ആരും സഹായിപ്പാൻ അടുത്തില്ലെന്ന് ചിന്തിക്കുന്ന വേളകളിൽ കർത്താവ് തന്റെ വചനത്തെ അയച്ച് പലപ്പോഴും ആശ്വസിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. കർത്തദാസന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തില് പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ കരയുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഞങ്ങളുടെ ഈ മിനിസ്ട്രിക്കെല്ലാം ഞങ്ങൾക്ക് വിജയമായി തീർന്നതെന്ന് പറയുന്നത്, ഞങ്ങൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളില് ഹല്ലേലൂയ ദുഃഖിച്ച് പിന്മാറി പോകാതെ വണ്ണം കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. രാത്രിയാമങ്ങളിൽ കർത്താവിന്റെ സന്നിധിയില് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഒരു മനപ്പെട്ടുള്ള പ്രാർത്ഥന കർത്താവ് ഏറെ കേൾക്കുമെന്ന് എനിക്കറിയാം. ഗ്ലോറി. കണ്ണുനീരിന് മുൻപാകെ വഴിമാറി പോകാത്ത കർത്താവ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നാൽ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തീർച്ചയായും ദൈവം മാനിക്കുക തന്നെ ചെയ്യും. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ അവർ നമ്മെ കണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമ്മോട് സിമ്പതി കാണിച്ചാലും പിന്നെ അവരത് മറന്നു പോകും. എന്നാൽ നമ്മുടെ കണ്ണുനീർ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് പൊഴിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ ഇടയായിത്തീരും. ആ ഹാഗറിന്റെ ജീവിതത്തെ കുറിച്ച് നാം കാണുന്നത്, അവളുടെ കണ്ണുനീർ ദൈവം കണ്ടു, ആ കുഞ്ഞിന്റെ നിലവിളി ദൈവം കേട്ടു. ഗ്ലോറി. നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ കഷ്ടപ്പാടുകളിൽ ആരും അടുത്തില്ലാത്തപ്പോൾ നമ്മുടെ ദൈവസ്ഥലിൽ കഴിക്കുന്ന അപേക്ഷകൾ, യാചനകൾ ദൈവം തീർച്ചയായും കാണുക തന്നെ ചെയ്യും. നാം കർത്താവിന്റെ ഹല്ലേലൂയ വചനത്തിൽ ഉറയ്ക്കുകയും അവൻ നമ്മോട് ഹല്ലേലൂയ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണോ അതിനുവേണ്ടി വില കൊടുക്കേണ്ടി വന്നാലും ഗ്ലോറി അന്ത്യത്തോളം നിലനിൽക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഈ എന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിയെ നാം മനസ്സിലാക്കി അന്ത്യം വരെയും അതിനുവേണ്ടി നിലകൊള്ളുവാൻ വിശ്വസ്തയോടെ കർത്താവിന്റെ സ്ഥലം നിലകൊണ്ടാൽ തീർച്ചയായും ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അപ്രകാരം ഈ ദേശത്ത് കടന്നു വന്ന ഈ അനുഭവങ്ങൾ, പല അനുഭവങ്ങള് ഹല്ലേലൂയ ഗ്ലോറി ഓർത്തെടുക്കാനുണ്ട്. ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം കരുതിയ വിധങ്ങൾ, അവൻ ഒന്നുമില്ലായ്മയിൽ സംസാരിച്ച് തന്റെ വചനത്തിലൂടെ, പാട്ടുകളിലൂടെ, ദൈവദാസന്മാരിലൂടെ വാക്തത്വം ഓർപ്പിച്ച് ഉണർത്തുന്ന ആ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം എനിക്ക് തീർച്ചയായും തീരുമാനം എനിക്ക് പറയുവാൻ കഴിയുമെന്നുള്ളത്, അന്ത്യം വരെയും കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഹല്ലേലൂയ ഈ ദേശത്ത് നിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ സാക്ഷിയായി അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഒരു മാതാവായി അനേകർക്ക് ഹല്ലേലൂയ കണ്ണുനീരൊപ്പാൻ ദൈവം എന്നെ സഹായിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കർത്തദാസനെ, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവരോടുള്ള ദൈവിക സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ ഡാനിയൽ ജോൺ അവர்களെ ഓർക്കുന്നു. അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ വന്ദനവും സ്നേഹത്തെയും അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഈ മിനിസ്ട്രി കർത്താവിന്റെ നാമത്തിന് കാരണമായി തീരട്ടെ എന്ന് ഹല്ലേലൂയ ആത്മാവായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രിയ സുമാ സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ ദൈവാസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായ ഒരു ബാല്യകാലം, മദ്യപാനത്തിനും ലഹരിക്കുമൊക്കെ അടിമയായി തീർന്ന ഒരു പിതാവിൻ്റെ മകൾ എന്ന നിലയിൽ നേരിട്ടിട്ടുള്ളതായ പ്രശ്ന സങ്കീർണമായ കുട്ടിക്കാലത്തെ വളരെ പരിതാപകരമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. അനേക കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് പൂവണിയുവാൻ കഴിയാതെ അവരും അതേ പാതയിൽ അല്ലെങ്കിൽ ആ ഒരു പൈശാചിക മണ്ഡലത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പ്രിയ സുമ സിസ്റ്ററിനെ വിളിച്ച് വേർതിരിക്കുവാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാനും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും പാപത്തിനും അടിമകളായിരിക്കുന്ന അനേകരെ അതിൽ നിന്ന് വഴിതിരിച്ചു വിട്ട് സത്യത്തിലേക്ക്, ജീവങ്കലേക്ക്, സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതം കൊണ്ട് ദൈവത്തിന് ഓരോ പദ്ധതിയാണ്. സുമ സിസ്റ്ററിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇന്ന് മധ്യപ്രദേശിൽ അനേക പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകരുടെ വേദനകളെ മനസ്സിലാക്കി അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാൻ, അവരുടെ ഇടയിൽ ഒരമ്മയായി, ഒരധ്യാപികയായി, വളരെ ഏറെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു ദൈവദാസിയായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ജീവിതത്തിൽ നേരിട്ടതായ തിക്ത അനുഭവങ്ങൾ വലുതാണ്. വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിലയേറിയത് ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളതായ കൊടുത്തതായ വിലകൾ ഒന്നും നഷ്ടമല്ല. അത് നാളുകളിൽ തലമുറകളിലൂടെ തിരിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അധൈര്യപ്പെടാതെ ധൈര്യമായി വിളിച്ച ദൈവത്തിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവിൻ്റെ ദാസിയെ, കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ആശ്വാസം പകരുന്നതായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങൾ ഓർക്കുക. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവാസന്നിധിയിൽ നമ്മളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കാം. നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ കർത്താവ് ആമേനെ ക്രൂശിൽ ചുമന്നൊഴിച്ചു. അതിനേക്കാൾ ഉപരിയായി പാപമാകുന്ന പാപഭാരം നമ്മിൽ നിന്ന് എടുത്തു മാറ്റി ക്രിസ്തുവിൻ്റെ സ്നേഹം, നിത്യത നമ്മുടെ ഉള്ളിൽ വയ്ക്കുവാൻ അത് മുഖാന്തരമായി തീർന്നു. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായ രക്ഷ, അതാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയുക. അതാണ് ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, നമുക്ക് നിത്യജീവനെ ലഭിക്കുന്നു എങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ദൈവിക ദാനം അല്ലെങ്കിൽ വിടുതൽ, സന്തോഷം എന്ന് പറയുന്നതാണ്. ബാക്കി എല്ലാം തന്നെ അതിന് അനന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്നതായ നന്മകൾ മാത്രമാണ്. സ്തോത്രം. ആകയാൽ ദൈവാസന്നിധിയിൽ ഇത്തരുണത്തിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ മുൻപാകെ ഭരമേൽപ്പിക്കുന്നു എന്ന് ആര് പ്രാർത്ഥിക്കും? നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ വിചാരിക്കുന്നുണ്ടാവാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ, എന്തുകൊണ്ട് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുൻപാകെ പകച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശുവിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. യേശുവിന് മാത്രമേ നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യേശുവിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കൂ, യേശുവിനെ മാത്രം നിങ്ങൾ വിളിച്ചപേക്ഷിക്കൂ. യേശു നിങ്ങളുടെ രക്ഷകനായി നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് അത് താല്പര്യമെങ്കിൽ ആമേനത് അംഗീകരിക്കാം, ഇല്ല എങ്കിൽ വിട്ടുകളയാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും ആവശ്യമായിരിക്കുന്ന
എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും സൗഖ്യവും സമാധാനവും സന്തോഷവും സ്വർഗത്തിലെ ദൈവം തരുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ താല്പര്യത്തോടെ കണ്ണുകളെ അടച്ചിരിക്കുന്ന പ്രാർത്ഥനാ പ്രേമികൾക്കായിട്ട് പ്രിയ സുമാ സിസ്റ്റർ ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, നിത്യനായ നല്ല കർത്താവേ, യേശുവേ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നതാ. അപ്പച്ചാ, അങ്ങ് നൽകിയ ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നീ അടിയനെ സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം. അതിന്റെ സാക്ഷ്യം ശ്രവിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. ഈ സാക്ഷി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ആരെങ്കിലും രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളില് കർത്താവെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ ആയിരിക്കും െങ്കിൽ അവരുടെ ജീവിതത്തില് വിടുതലായി ആശ്വാസമായി ഇറങ്ങി വരുന്നവൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു നാഥ. അങ്ങയുടെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം രോഗികളായി ഭാരപ്പെടുന്നവരുടെ മേൽ ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകൾ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ വാത്സല്യം അനുഭവിച്ചറിയുവാൻ അങ്ങയുടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കടഭാരങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ തലമുറകളെ കുറിച്ചുള്ള ഭാരത്താലോ ആരെങ്കിലും കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ കർത്താവേ വിടുതൽ ആശ്വാസവും കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ടിവിയിലെ എല്ലാ പ്രേക്ഷകരുടെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അടവുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബമായ തന്റെ മക്കളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗ്ലോറി കർത്താവേ. സ്തോത്രം സ്തോത്രം. ദിനംപ്രതി കർത്താവേ അങ്ങനെ വളരുവാൻ, വചനത്തിൽ മുന്നേറുവാൻ, ആത്മീയമായി മുന്നേറുവാൻ ഓരോ മക്കളെ അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളുടെ ജീവിതത്തില് അനുഗ്രഹവും ആശ്വാസവും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച പ്രിയ സുമസിനോടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ളതായ നന്ദിയും സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടട്ടെ. തുടർന്നും ആമേന് നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമുക്ക് കാണുന്നവരെയും ദൈവം നമ്മെ ചെറുടിയിൽ പരിപാലിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. God bless you all. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com